അൻവർ ഏടിയുള്ള തൃണമൂലോ അത് ബംഗാളിലല്ലേ, കേരളത്തിലില്ലല്ലോ. മാത്രമല്ല അൻവറിനെ തൃണമൂലിൻ്റെ തന്നെ കേരളത്തിലെ നിലവിലുള്ള നേതാവ് പുറത്താക്കുകയും ചെയ്തു. പിന്നെ എവിടെയാണ് അൻവർ ഉള്ളത് എന്നത് അൻവറിന് പോലും അറിയില്ല. പിന്നെ അൻവറിന് UDF എടുക്കാൻ പറ്റില്ല എന്ന് ഏറ്റവും ശക്തമായി വാദിക്കുന്ന കൂട്ടറാണ് ഇപ്പോൾ KPCCയിലുള്ളത്. കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയപ്പോൾ എല്ലാവരും കരുതി രക്ഷപ്പെടുമെന്നാണ്. സുധാകരൻ എത്തിയപ്പോൾ പൊട്ടിച്ച ബോംബുണ്ടല്ലോ, അത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനെതിരായി നടത്തിയ ബോംബല്ലേ. അപ്പോൾ കോൺഗ്രസ് എവിടെയുണ്ട്? കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ വീണ്ടും ഇതാ കനകുലു മോഡൽ പുനഃസംഘടന എന്ന് പറഞ്ഞിട്ട് എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും പുനഃസംഘടിപ്പിക്കണമെന്ന് പറഞ്ഞ വാദം ഒരു ഭാഗത്ത്, പുനഃസംഘടന നടത്തിപ്പോകരുത് എന്ന് മുരളീധരനും പറയുന്നു, സുധാകരനും പറയുന്നു. പുനഃസംഘടന വേണോ വേണ്ടിയോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനൊരു അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. പുനഃസംഘടന വേണമെന്ന് ദീപാദാസ് മുൻഷിയും പറയും. ഇതിലേതാ നടപ്പാക്കാൻ കഴിയുക? കോൺഗ്രസ് ഉണ്ടോയെന്ന്. ഞങ്ങൾ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി നേരത്തെ തയ്യാറായിരുന്നു, ഇപ്പോഴും തയ്യാറാണ്. കോൺഗ്രസിന് ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ? നേരാമണ്ണം അൻവറിനെ മുന്നിൽ നിർത്തിയിട്ട് അവർക്ക് പോകാൻ പറ്റുക? അൻവർ കോൺഗ്രസിൻ്റെ കൂടിയുണ്ടാകും. അതുകൊണ്ട് അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ല. ഇടതുപക്ഷം നിലമ്പൂർ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും.